ഡെഡിക്കേറ്റഡ് ലാൻ ഇന്റർനെറ്റ് ഒക്കെ തെളിഞ്ഞാൽ ആ പറ്റില്ലേ? അവനൊക്കെ പോയാ അതോ ടി വിയിലാണെങ്കിൽ ഉണ്ട്, പിന്നെ ഗെയിമിലുണ്ടല്ലോ. ഒന്നുമില്ല. മാക്സിമം 5 പേർ കളി 8 പേർ കളിക്കാം. 8 ആണ് മാക്സിമം. രണ്ടോർഗിനായിട്ട് വന്നോ അഭിനവ് കയറി. കണ്ടിട്ട് നമുക്ക് ലിവിക്കങ്ങ് തീർത്തല്ലേ. യു ക്യാൻ മേക്ക് ആർമർ ഔട്ട് ഓഫ് ലിസാർഡ് സ്കിൻ എന്ന് ഇത് ഐസാറുണ്ട് പിന്നെ അത് ഓൺ അതായിരിക്കും ഉദ്ദേശിച്ചത്. അവന് വന്ന് ബോട്ടിന് എന്താ പ്രശ്നം പറ്റിയെന്ന് സ്കൂളിൽ ബോട്ട് വാങ്ങിയിരുന്നു ഇപ്പൊ ഒക്കെ ഇല്ലേ? അങ്ങോട്ട് സെൻസിറ്റീവ് പബ്ജി കളിച്ചിട്ട് കളിക്കുമ്പോ ഇപ്പൊ ശരിയാ. ഇവിടെ ബോട്ടിന് കഴിഞ്ഞ ഇതിലൊരു ഇതുണ്ടായിരുന്നു പൊട്ടലെന്തോ. പബ്ജിക്ക് ലോയ്ക്ക് ഇതിനെക്കാട്ടി ഗ്രാഫിക്സ് ഉണ്ടല്ലേ? ലോയ്ക്ക് പക്ഷേ FPS കൂടുതൽ. അൾട്രയെടുത്ത് ഗ്രാഫിക്സ് ഉണ്ട് അത്ര ഇല്ല. പക്ഷേ FPS കൂടുതൽ കിട്ടും. വേറെ കാര്യങ്ങളാണ് ഇത് പബ്ജി പറ്റിയ വലിയ ഓപ്പൺ മാപ്പ് പ്ലെയേഴ്സ് ആ ബോട്ടിൽ പോണ്ടേ റൈഡ് വിട്ടിട്ടുണ്ട്. മരത്തിന്റെ ഫുഡ് കഴിക്കണം കാണിക്കാറ്. അതുപോലെ വേറൊരു സാധനം എന്തിനെന്ന് വെച്ചാൽ നിനക്കിപ്പോ ഈ 1 2 3 മറ്റേ ഹോട്ട് മറ്റേ കീ ഉണ്ടല്ലോ അത് തുറക്കുമ്പം മറ്റേ ഒന്നും വരില്ലല്ലോ മറ്റേ കീബോർഡില്. നീ മറ്റേ ഇതിൽ പോയിട്ട് ബാഗും ഒരു ഐറ്റം കൂടെ കമ്പൈൻ ചെയ്ത ഇതാ എന്തിനായിരുന്നു പിന്നെ 1 2 3 കൊടുക്കുമ്പോ ഐറ്റത്തിലായെങ്കിലും അങ്ങനെ എന്തോ ആണ് ഇടയ്ക്ക് ഇതിൽ കണ്ട്. ബാഗും നമുക്ക് കാണുന്നുള്ള ഐറ്റം മറ്റേ സാധനം കാണില്ല. ഇതിനായിട്ട് കൊല്ലണ തല്ലുള്ള സാധനം ഉണ്ടല്ലോ, അത് കാണില്ല. എവിടെ പോയി? അവിടെ മറ്റേ തള്ളുള്ള സാധനം അത് കാണില്ല. കാണില്ല. ടിമ്മിയുടെ ഫോട്ടോ വെക്കേണ്ടെന്ന് അവരെന്നെ ചോദിക്കും. പിന്നെ സാധനം കാണില്ല. എനിക്ക് അതെടുത്ത് കഴിച്ചിരുന്നു. മറ്റേ എറിഞ്ഞു തോന്നുന്നു. ബോട്ടിൽ കറങ്ങിട്ട് വരാം. മറ്റേ വേറെ എക്സ്പ്ലോർ ചെയ്യാം. ഫുഡ് എടുത്ത് ഇൻവെന്ററിലേക്ക് കുക്ക് ചെയ്ത ഫുഡ് പറ്റുമോ? പറ്റും. ഒരു വീറ്റ് എടുത്ത് ഇൻവെന്ററി വെച്ചിട്ടുണ്ട്. വേണ്ടെണ്ണം ഉണ്ടല്ലോ. ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അവരിന്നേരം നമുക്ക് ബോട്ടിനകത്ത് പിരിക്കടാ. ഇവിടെ നിന്ന് നമുക്ക് ബോട്ടിനകത്ത് പിരിക്കാൻ എടുക്കാം. പൊരിക്കേടാ. ഇതില് മറ്റേ ഇത് കാണിക്കും എല്ലാത്തിന്റെയും ബോട്ടിൽ പോയിട്ട് വേറെ ആരുണ്ടെങ്കിലേ നമുക്ക് ഇതിന്റെ അപ്പുറത്തറ്റം പോയല്ലേ. റിസോഴ്സ് ഒക്കെ വെച്ചാ ഞാൻ ലാപ്ടോപ്പ് ഓടിച്ചറാ. എന്താ കിട്ടി നീ? എന്തെന്ന് സർക്യൂട്ട് ബോർഡ് കിട്ടി. ഞാൻ ലാപ്ടോപ്പ് അമ്മ ഉണ്ടാക്കി. എന്തിട്ടുണ്ടാക്കി? എന്തോ 2 കമ്പ് ടിക്കാണോ? ടിക്കുണ്ടോ? ടിക്ക് എടുത്തി
രണ്ട് സ്റ്റിക്കർ രണ്ട് കമ്പ് അത് ഒന്നിച്ച് ഞാൻ ലോഗ് അപ്ഗ്രേഡഡ് സ്പിയറിന് 3 ബോണും ക്ലോത്തും അതും എൻ്റെ ഒരു കാണില്ല. ചിക്കൊന്നും കിട്ടണില്ലേ? ചിക്കൻ ഈ വരെ കിട്ടട്ടെ. ഒരു ബോണും കൂടെ 2 ക്ലോത്ത് രണ്ട് സ്റ്റിക്ക് വയ്ക്കണം. എന്നിട്ട് അതിന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. എത്ര ഇത് കിട്ടുമ്പോൾ എനിക്കൊരു നീളമുള്ള കമ്പായിട്ടാണ് കിട്ടിയത്. കുത്താൻ പറ്റി. അതങ്ങനെ അമ്പാണ്. ഇത് അറിയാൻ പറ്റില്ലേ? നല്ല സ്പീഡുണ്ട്. അതറിയാൻ പറ്റില്ല, അതറിയാൻ പറ്റും. ബൈക്കിലൊക്കെ കിട്ടുന്ന പോയെടുക്കണം. ഞാൻ 5-6 ഉണ്ടാക്കി കയ്യിലിട്ടായിരുന്നു. അതിന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. കുറച്ച് തുണിയും പറ്റും. അപ്പൊ എറിഞ്ഞാ പോയതല്ലേ നമുക്ക് പേടി. എന്റെ തുണി ഇരിക്കുന്നു. ഇറങ്ങിയാ തിരിച്ച് കിട്ടുമെന്നോ? തുണി എന്ത് എത്ര തുണി വയ്ക്കണം? എത്ര തുണി വയ്ക്കണം? തുണി തുണിയും പിന്നെ എന്താ വയ്ക്കണം? ഇപ്പൊ എന്ത് സാധനം ബാഗിനകത്ത് എങ്ങനെ വയ്ക്കണം? ബാഗ് ഇത് കമ്പനി അപ്പൊ ഒരു സ്ലോട്ട് എന്തോ ഉണങ്ങാൻ പറ്റും. ഉണങ്ങിയാലോ സ്പീഡ് ഉണ്ടല്ലേ? എറിഞ്ഞാ പോയത് തിരിച്ചെടുക്കാൻ പറ്റുമോ? പോയെടുക്കണം. ഉറങ്ങി എത്ര ഡാമേജ് ഇല്ല. എയിമിയാന്ന് പറ്റില്ലേ? അടുത്ത് വന്നാൽ അറിയണം. അതിന് നമ്മൾ മക്കാനായിട്ട് പോവില്ലേ? അടുത്ത് ഇതാവില്ലേ? അവര് കഴിച്ചിട്ട് ഒരിക്കലും കളന്നുറങ്ങല്ലേ ഗെയിമില്? ഫുഡ് മൊത്തം പോയി. അങ്ങ് ഇറങ്ങി അങ്ങ് പോയടി. ബോട്ടിന്റെ അകത്തോട്ട് തിരിക്കാൻ പിന്നെ വെളിയിൽ ഇരിപ്പുണ്ട്. ബോട്ടിനെ തന്നെ ഇത് എറിഞ്ഞാ പിന്നെ ഒന്ന് ഇൻവെന്ററിലേക്ക് എടുത്ത് വയ്ക്കണം കേട്ടോ. അയ്യോ എന്റെ സാധനം വന്നില്ലടാ. അതെവിടെ പോയി? അതില്ല. ഇവിടെ തപ്പണം. എന്റെ അമ്പെടുത്ത് ഇവിടെ കാണാനില്ല. തപ്പി എവിടെ ഇരിക്കുന്ന അഭിനയം തോന്നാണ്. ഞാൻ എന്റെ ബോയനെ ആരും ഇരിക്കുന്നു നമ്മൾ പറഞ്ഞപ്പോ കിട്ടി. വെള്ളം ഉണ്ടായിരുന്നല്ല. ഒന്ന് കഴിച്ചാ ഫുള്ളാവില്ലേ? നമുക്ക് ബോട്ടെടുത്ത് അങ്ങ് പോവാം. മോഡേൺ ആക്ഷൻ കൊള്ളാം. ഡാമേജ് മോഡേൺ ആക്ഷൻ ഇല്ല. ഇതിന് മറ്റേനെക്കാട്ടി സ്പീഡ് ഇതുണ്ട് കേട്ടോ. സ്പീഡ് കൊണ്ട് ഡാമേജ് ഉണ്ട്. അതെവിടെ നോക്കണം? ഉണ്ടാക്കുന്ന ആളൊക്കെ വെപ്പൺ പോലത്തെ ആണോ? അത് അതിനകത്ത് നമ്മൾ വയ്ക്കുമ്പോഴല്ലേ കാണിക്കണം, അല്ലാണ്ട് കാണിക്കൂ. ഇവിടെ ഒരു സ്റ്റിക്കും കൂടെ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചാൽ നമ്മള് രക്തം ഉണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് മറ്റേ ഐറ്റംസിലൊക്കെ രക്തം ഉണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് രാമേര വെച്ചിരിക്കണം. ഡ്രിങ്കിങ് ഇത് സാധനം കാണില്ലല്ലേ? എവിടെ നീച്ചത്? വെള്ളത്തിനാണോ? വെള്ളത്തിനാണ് പിന്നെ എടുക്കാൻ പറ്റില്ലേടി? ചിക്കെടുത്ത് വെള്ളത്തിൽ ഇറങ്ങി കാണാനില്ല. ഇല്ലറ കടി തന്നെയാടി നീ.
ആർമർ ഉണ്ടാക്കാൻ ലിസാർഡിനെ കൊല്ലണം അല്ലേ? ആർമർ ഉണ്ടാക്കണം അങ്ങനെ ഇത് ഫിറ്റ് ചെയ്ത് അത് വെച്ച് എന്ത് ചെയ്ത് അത്യാവശ്യം ആവശ്യം വരില്ലേ? മറ്റേ വെള്ളം കുടിക്കണം എന്തായാലും പറ വെള്ളം കുടിക്കില്ല. സ്റ്റിക്ക് എടുത്ത് വെള്ളത്തിൽ കാണാൻ പിന്നെ ഉണ്ടാക്കി പോയാടാ. വെക്കേണ്ടി വെള്ളം കുടിക്കണ്ട ഇല്ലല്ലേ? ഇത്ര ഒരു വട്ടം കുടിച്ചാൽ ഇതാവുമല്ലോ, പിന്നെ അടുത്ത ദിവസം ഇതാവുകയും വീണ്ടും. ബോട്ടിന് വേണ്ടിയിട്ടുണ്ടോ? ഇല്ല ബോട്ടിനെ എടുത്ത് വീടിന്റെ പണി എടുക്കണം അതോ ഇനി എക്സ്പ്ലോർ ചെയ്യണം? എന്തായാലും ചെയ്യാം. 2 സ്റ്റിക്ക് എടുത്തേക്കണം. ഇതിനകത്ത് 2 നൂല് എടുത്ത് ഉണ്ടാക്കി അറിയാൻ മതി. അതെന്തൊക്കെ ഉണ്ടാക്കാനുണ്ടോ നോക്കട്ട്. ഇതാണ് അറിഞ്ഞ പിന്നെ കാണാൻ ഭയങ്കര പാടി പോയ അടുത്തുണ്ടാക്കി അതും പോയെന്ന് എന്താ അവസ്ഥ. ഇവിടെ എന്നാ കാണാൻ വീടിൻ്റെ ഇടയിൽ. ആ കിട്ടി. ചെറിയായിരിക്കണം കേട്ടോ. നമ്മളെ പോയാൽ പിന്നെ കണ്ടുപിടി ഭയങ്കര പാട്. ലോഗ് സ്ലെഡ്ജ്, അതായത് ഒരു ലോഗ് ചറിക്കുണ്ട് കാരണം സാധനം മറ്റേ സ്ലെഡ്ജ് ഒരു സാന്റാക്ലോസ് ഒക്കെ ചറിക്കുന്ന സാധനം അല്ലേ? ഇതിൽ സ്റ്റിക്ക് വെച്ചാണ് പെരിയണും ഇത് ലോഗ് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. എന്ത് കള്ളൊക്കെ പൊട്ടി വീണ് കല്ല ചെക്കോ നീ കഴിച്ച് വെള്ളം ഉണ്ടോ വീട്ടില്? എത്ര തിക്കാണോ? എത്ര തിക്കെന്തോ കുറച്ചെടുത്തു. അത് മിക്കവാറും ഇതായിരിക്കും മറ്റേ ലഡ്ജൊന്നല്ലേ പറയാം, മറ്റേ ഉരുട്ടിക്കൊണ്ട് വരാനായിരിക്കും തടി. എനിക്ക് അത് നൈസായിരിക്കും അല്ലേ? കുറേ തടി എടുത്തോണ്ട് ഒന്നും അറിയില്ല. അങ്ങനെ കാണും. ഓ ഇൻവെന്ററി അതാണ് ഇത് താഴെ വീണത്. ആ അതൊക്കെ ഒട്ടാൻ പറ്റുന്നു അല്ലേ? വെടിയുണ്ടോ? തടിയോട് തടി തന്നെ. കറിയിക്കാനോ നോക്കണ കൊണ്ടുവരുന്നു. കറിയിക്കാനോ നോക്കുമ്പോൾ കറിയിക്കാൻ കൂടെ വരാനില്ല. പാറയും വെക്കാൻ പറ്റും. പാറയും വെക്കാൻ പറ്റും. തടി ഗ്രൈൻഡ് ചെയ്യാം. മനുഷ്യന്റെ ബോഡി ആയത് കൊണ്ടുവരാൻ ഇവിടെ പാർക്ക് ചെയ്തല്ലേ? ഇതിലെല്ലാ തടിയും കൊണ്ടുപോയി 3 പേർക്ക് 3 എണ്ണം ഉണ്ടാക്കാറുണ്ട്. ചിക്കണ്ട് ഇതിനകത്ത് എത്ര തടിയുള്ള നോക്കാം. എനിക്ക് ഒന്നിന് ആവശ്യമുള്ളൂ. വലിയൊരു വീണെടുത്തോണ്ട് കിട്ടൊക്കെ നാട് മരം ഒന്ന് വളർത്തിയിട്ടുണ്ട്. നിങ്ങൾ മരം വേണ്ട, ഞാൻ തടി പറക്കി വയ്ക്കാം. എൻ്റെ കയ്യിൽ മറ്റേ സ്പീഡുള്ള ആക്സ് ഇല്ല. നിങ്ങൾ എൻ്റെ കയ്യിലുള്ള സ്പീഡുള്ള ആക്സ്. ഓ പിന്നെ ആരും അടിച്ചിട്ട് അഭിനവാണോ അതോ മറ്റേ? അല്ല മരം വീണ്. നീ മരം വെട്ടിയപ്പോൾ അതിനവിടെ നിന്നോണ് അല്ലേ? എത്ര കൊള്ളൂടി ഇതിനകത്ത്? അധികം കൊള്ളൂല ആൾട്ടാ. ആ കൊള്ളും. എടാ നിങ്ങൾ മരം വെട്ടി ഞാൻ എടുത്ത് വയ്ക്കുക. എനിക്ക് മറ്റേ സ്പീഡുള്ള ആക്സ് ഇല്ലേ? കുറെ കൊള്ളു. ഞാൻ അഞ്ചാറെണ്ണം ഇട്ടെങ്കിൽ ഒന്നും ലോഡ് ചെയ്യുന്ന സമയത്ത് അടുത്തോണ്ട് അൺലോഡ് ചെയ്യുന്നില്ലേ? ഇങ്ങനെ വണ്ടി കൊണ്ടൊക്കെ സാധനം ഉണ്ടെങ്കിൽ സ്റ്റിക്ക് കൊണ്ട് കളക്ട് ചെയ്യാം. ഇത്രയും പറ്റും കേട്ടോ. ലിമിറ്റ് ചെയ്യുന്നു. ഓ അവന് സ്റ്റിക്ക് കൊണ്ട് വയ്ക്കാം.
എല്ലാം കൊണ്ട് അവിടെ കൊണ്ടങ്ങിടാം. ലോഗ് ഹോൾഡർ ഉണ്ടാക്കാൻ പറ്റും വേറെ ഇടിമിന്നലേ. ഇത്ര വെച്ചോട്ടാ, ഇത്ര വെച്ചോട്ടാ. സാധനം അൺലോഡ് ചെയ്തിട്ട് സ്റ്റിക്ക് ഹോൾഡർ, ലോഗ് ഹോൾഡർ, റാഫ് ഹോൾഡർ. ഇത് ലോഗ് ഹോൾഡർ അല്ലേ? ലോഗ് ഹോൾഡർ എന്തോ സ്റ്റോറേജ് ആണ്. നമ്മൾ ഇവിടെ ഒന്നുണ്ടാക്കി വെച്ച് നോക്കാം. അതിന് സ്റ്റിക്ക് എന്തൊക്കെ വേണം? സ്റ്റിക്കിൻ്റെ ഹോൾഡർ ഉണ്ട്, എല്ലാം അത് തന്നെ നന്നായിട്ട് സ്റ്റോറേജ്. ലോഗിൻ ഉണ്ടാക്കി ഓരോ ലോഗിൻ കളത്തില്ല, അതാദ്യം ഉണ്ടാക്കണം. അപ്പോൾ ഈ തടിയിൽ അതിനകത്ത് രണ്ടെണ്ണം വേണം. അവന് 2 സ്റ്റിക്ക് ഇരിപ്പുണ്ടോ? പിന്നെ ഇത് ഏതിൻ്റെ? ഇത് സ്റ്റിക്കിൻ്റെ ലോഗിൻ്റെ അതുണ്ടാക്കി. എല്ലാത്തിലും എല്ലാം നല്ലതാണ്. 3 പേരറ്റല്ലേ വരണം. റാൻ സിമുലേറ്റർ അറിയാം? റാൻ സിമുലേറ്റർ അതാ ഈ കളിയല്ലേ. ഫാം സിമുലേറ്റർ പക്ഷേ അതിനെക്കാട്ടി എളുപ്പമാണ് കളിക്കും. കുറച്ച് വില പറഞ്ഞെടുത്താലും ഇതിൻ്റെ അത്ര ഗ്രാഫിക്സ് ഉണ്ട്. ഇത് തീർക്കണം കേട്ടാ, പൈസ എടുത്ത് മാറ്റില്ലേ. ഇതിപ്പോൾ ഏതാ കളിക്കുന്നത് നമ്മൾ? നോർമലല്ലേ? ഏതാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത്? ഇതുണ്ടായി കഴിഞ്ഞു. ഇതിനകത്ത് എന്താ കഴിഞ്ഞു? കടി ഇവിടെ കൊണ്ടിട്ട് ഇതാ കടി എന്താ വെള്ളം നിറഞ്ഞ നല്ല മഴയായിട്ട്. അത് ഉണ്ട് ആവശ്യം 5-6 അല്ലാണ്ട് വേറെ വെള്ളം എടുക്കാൻ പറ്റില്ലേ? ഇവിടെ ഒരു ഫ്രിഡ്ജ് അത് നിറയാം, അടുത്ത് നിറയാം. ഇത്രയും കൊണ്ടുപോവാ. മറ്റേ മാതിരി ഇതിൽ എന്ത് ചെയ്യണത്? നിനക്ക് എന്ത് പണി പ്രശ്നം? അവന് ഹാപ്പിയാണെന്ന് തോന്നുന്നു കേട്ടോ. ആദ്യം കുറെ തടിയായില്ല. എൻ്റെ ഫണ്ടോട് എടുത്തിട്ട് ഉണ്ട് അതിനകത്ത്. ഈ ഇത് മാറിപ്പോണ്ടേ ചെറുതായിട്ട് പടർന്നു കിടക്കണ മറ്റേ ഇതുണ്ടല്ല, അതിന് നിറച്ച് ഒരു ഇങ്ങനത്തെ മരമൊക്കെ തടി ഫുള്ളായിരുന്നു. നമ്മളുടെ ഡീഫോറസ്റ്റേഷൻ അല്ലേ ചെയ്യണത്? ശരിയാവോ? മറ്റേ മാറ്റി ഗവൺമെന്റ് കോടി വരുമോ? ഡീഫോറസ്റ്റേഷൻ വരി. ഇവരെ പ്ലെയിൻ ക്രാഷ് ചെയ്തൊന്നും ഇവർ അറിഞ്ഞില്ലേ? ഇത് എന്തോ മറ്റേ സ്ഥലത്ത് പ്ലെയിൻ ഇറങ്ങിയ മറ്റേ ഇതൊക്കെ വെച്ച് നോക്കാൻ പറ്റൂലേ? വെക്കണം കണ്ടിട്ട്. ഇതിനകത്ത് അടിയേക്കാൾ സ്വിച്ച് ഉണ്ട്, ചിലപ്പോൾ കൊണ്ട് ഇടേണ്ടി വരും ആളെ. ഇവിടെ വെച്ചാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇനിയും വേണം വേറിട്ട് തടിയും കൂടെ.
വണ്ടിയും കൊണ്ട് പറഞ്ഞുണ്ട്. ഫുഡാണ് ഫാം ഉണ്ടാക്കാൻ പറ്റൂല ഇതിനകത്ത് ഇങ്ങനെ പോയനെ. പിന്നെ തടി കയറ്റിയാണ് പിന്നെ നമ്മളെന്നെ വീഡിയോ യൂട്യൂബിൽ നോക്കിയല്ലേ എങ്ങനെ കളിക്കണം, യൂട്യൂബിൽ നോക്കിയല്ലേ എങ്ങനെ തീർക്കുന്നു. കുറച്ച് ഇതുപോലത്തെ ഷോർട്സൊക്കെ എനിക്കറിയില്ല പിന്നെ എനിക്കറിയില്ല. ഇതാ വണ്ടി ഒരു വണ്ടിയുടെ പണി കൊണ്ട് തീർക്കണം ടക്കനൊക്കെ തീർന്നാൽ. ഒരു വണ്ടിയുടെ പണി കൊണ്ട് തീർക്കാം എനിക്ക് ടക്ക ടക്കാൻ തീർന്നത് ഒരു വണ്ടി കൊണ്ട് ഉണ്ടാക്കി. കണ്ട രണ്ട് ആമ കണ്ട് ഞാൻ കൊണ്ടിട്ട് ചെയ്യുന്നത്. അവിടെ ഇറച്ചി കരിഞ്ഞ മാറാ ചേട്ടാ, അതായത് ഇൻവെന്ററി എടുത്തേ അതും എടുത്താൽ മതി, ഫുഡ് ഫുള്ളായിട്ട് എടുത്താൽ മതി. ഇല്ല ഞാൻ തിന്നോണ്ടിരിക്കുന്നു കരിഞ്ഞ. ഇത് ഫുള്ളാണോ? ഇത് ഫുള്ളാ എൻ്റെ? ആ അപ്പോൾ ഇൻവെന്ററി കയറണില്ലേ? ഇനിയുണ്ടോ അതിനകത്ത്? ഞാൻ അത്യാവശ്യം തിന്നപ്പം ഇൻവെന്ററി കയറി കൊടുത്തു. അതിന് ഫുഡ് അവനെ കഴിക്കാൻ പറ്റില്ല. അത് ഞാൻ കരിഞ്ഞ അപ്പം അവനെ പിടിച്ചിങ്ങനെ തിന്നു. ഇവിടെ ഒന്നിന്റെ പണിയായിരുന്നു, അതിന് ഒന്നെങ്കിലും കൂടെ ആണല്ലേ. ഓർമ്മത്തിന് പണി കഴിഞ്ഞ ഒന്നായ നീ കട്ട് ചെയ്ത് നീ ഇപ്പൊ കട്ട് ചെയ്ത കയറ്റി, ഇപ്പൊ നീ കട്ട് ചെയ്ത് കയറ്റി അതിനുള്ളതായെന്ന് തോന്നുന്നു. കട്ട് ചെയ്തൊക്കെ ഇപ്പൊ കയറ്റാൻ സാധിക്കും നിന്റെ കട്ടി. മഴ തോർന്നില്ല, മഴ കഴിയണം. മല്ലിക ഞാൻ പുതിയ ഉണ്ടാക്കി അതിൽ കയറ്റ. ഞാൻ അപ്പം അതൊന്ന് കൊണ്ടുപോകാം. നീ ഇപ്പം കയറ്റി ചെയ്തിട്ട് വെട്ടിയിട്ട് ഇതുകൊണ്ട് ലോഡാക്കി ഇതിൻ്റെ ലോഡിറക്കി തരാം. ഞാൻ അടുത്ത കയറ്റി ഞാൻ അപ്പം ഇതുകൊണ്ട് ഇറക്കി തരാം. ചുമട്ട തൊഴിലാളികളെ രാവിലെ കയറ്റെങ്കിൽ ഇതിന് റെഡി ചെയ്യിപ്പിക്കും. ഇന്ന് ലാപ്ടോപ്പിൽ ചെയ്തോളൂ. അതിൻ്റെ എൻ്റെ ആപ്പ് എത്ര 4 GB റാമാ? ഒമ്പോ 4 GB എന്ത് എങ്ങനെ കളിച്ചോണ്ടിരുന്നു? ഇനി എത്ര? ഇനി 20 മതി. ഇഷ്ടംപോലെ ആവശ്യമുണ്ട്. പിങ്ക് കൊടിയുടെ മാർക്ക് ആണെങ്കിൽ നിങ്ങൾ എടുക്കാൻ തരും വണ്ടിയുടെ. അടുത്ത വണ്ടി നിറഞ്ഞാ മലേ പിന്നെ കുറ്റി പൊട്ടി പോകില്ലേ? അതവിടെ തന്നെ കിടക്കും ഈ മരത്തിന്റെ കുറ്റി. നമ്മൾ വാർക്കാൻ വേണ്ടി എത്ര മരത്തിന് നമ്മൾ തോന്നുന്നു. ഇതുണ്ടാക്കിട്ടോ അടുത്തായിട്ട് ഞാൻ അതെണ്ണ പ്ലെയിൻ്റെ അപ്പുറത്തെ സൈഡ് വണ്ടി എടുത്ത് അതിൻ്റെ അടുത്തുണ്ട്. അപ്പം അതിൽ നടക്കാൻ പറ്റില്ല. ഫസ്റ്റ് ദിവസം വ്യൂ മാത്രമേ ഉള്ളൂ അല്ലേ ഇതിൽ? അവന് മരം വേസ്റ്റ് ചെയ്യാതാ അവിടെ അപ്പുറത്ത് കിടക്കണ മരം
കാര്യം പറഞ്ഞു വെറുതെ കളയാൻ കാണാൻ പറ്റുമോ രണ്ട് മരമൊക്കെ? ഇത്രയും മരമുള്ളതുകൊണ്ട് ഇനി നട്ടിട്ടെങ്കിലും ഞാൻ പോകും. ഭയങ്കര അവസ്ഥ എത്ര മരം ഇട്ടാൽ നടന്നില്ലേ? മറ്റേ ഫാം ഉണ്ടാക്കാം വണ്ടി ഇവിടെ കൽഫാം. അറിഞ്ഞൂടാ ഈസി ആയിട്ട് മറ്റേ വീണ് ചത്തോണ്ടിരിക്കും. മറ്റേ ചാക്കടക്ക് ലൂട്ട് കളക്കും. ഇനി 10 വേണം, വാനം തന്നെ വേണം. എടുത്തോണ്ടി പറഞ്ഞ എന്താ സൗണ്ട് കേൾക്കുന്നു? ബാക്കപ്പ് വേണോ? അവനെ ഇറങ്ങി ബാക്കപ്പ് കാണും ഞാൻ വെറുതെ അടിക്കട പിള്ളേരെ ഇറങ്ങിയല്ലേ അല്ലെങ്കിൽ ഇവനെ ഇറക്കണം. വണ്ടി ഇത് വണ്ടി മറിഞ്ഞു ഇതങ്ങനെ എടുക്കാൻ മതി. എന്റെ ഇറങ്ങിയത് എവിടെ പോയി? ഇവിടെ എവിടെയല്ലേ ചെയ്യണത്? അതാണ് ഇങ്ങനെ പാടേ ഗെയിമിലെ ഗ്രാഫിക്സ്. ഇവന്റെ ദേഹത്തായിരുന്നു കിട്ടിയതല്ലേ? അവനെ വഴി വേണ്ടി ഇറങ്ങാം. അടുത്ത ചെയ്തിട്ട് അവനെ വഴി വേണ്ടി ഇറങ്ങും. ഇത് നടന്നിട്ട് അൺലോഡ് ചെയ്തില്ല. വണ്ടി റെഡി ചെയ്യണ്ട. സ്പീഡുണ്ട് പക്ഷെ ഇതില്ല, ഡിഫൻസ് ഇല്ല. ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. എത്തടി ചത്ത് ചാവുന്നത് പല്ലെന്ന് തീർച്ചത് അത് പക്ഷെ പറവറ കുത്താൻ പറ്റുക. അതായിരുന്നു ഞാൻ ഉണ്ടായി. വണ്ടി ഒന്നും അടുത്ത മൂന്നെണ്ണം ഉണ്ട്. അപ്പൊ അടുത്തോണ്ട് ലോഡ് ചെയ്താ വണ്ടി ലോഡ് ചെയ്ത് ഞാൻ കൊണ്ടുവരാം. മറ്റേ സാധനം ഫസ്റ്റ് എന്നാ മറ്റേ ഭയങ്കര ഇവിടെ മറ്റേ റെസ്റ്റ് എടുക്കാൻ പോണ്. ഭയങ്കര ഭയങ്കര ഇരിക്കില്ല കേട്ടെ. ഒന്നതിരി ഈ ഏട്ടനെ ലോഡ് ചെയ്ത അതിന് തടിയുടെ പണി കേട്ടോ. ഇനി ഇവിടെ അടുത്ത് ലോഡ് ചെയ്ത ഇവിടെ നമ്മൾ അതും കൂടെ മതിയാവുമല്ലോ. കൊച്ചി വീട്, കൊച്ചു കുടുംബം, കൊച്ചു സന്തോഷം. എന്റെ ഈ ഡോറ ഇവിടെ എത്താ ചുമ്മാ ഇറങ്ങാം. ഡോറ ഇവിടെ ഇരിക്കും. ജനാലേ കൊണ്ടാട്ടോ. പക്ഷേ നമ്മൾ സെൻസ് കാണുമോ കാരണം ഒരു അടിയും കൂടെ അത് വീട്ടിനുള്ളിൽ ഇറങ്ങിട്ട് സൗകര്യങ്ങളുള്ള വീടാട്ടോ. അടിക്കല്ല ഉറങ്ങടാ. ഇവന്ത് കല്ല കിടതായിരുന്നു. ആദ്യ രാത്രി നേരം വെളുത്ത് ഇതെന്ത് ബുക്കൊക്കെ കിടക്കണം. എന്തൊക്കെ ഞാൻ കട്ടിലുണ്ടോ? കട്ടിലുണ്ട്. കട്ട് മരം വെട്ടാനാ ചേർ വയ്ക്കാനുണ്ട്. ലൈറ്റ് ആയിട്ടല്ലേ വയ്ക്കാൻ? ലൈറ്റ് ആയിട്ട് സ്റ്റാൻഡിങ് ഫയറുണ്ട്. ഇതിന്റെ വെളിയിൽ സാധനം വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ട് അവനെ 4 സ്റ്റിക്ക് ഇരിപ്പുണ്ടോ? ഇവിടെ നോക്കിയുണ്ടെങ്കിൽ
വെളിയിൽ തീയുടെ തീയുടെ ബെഞ്ചും വയ്ക്കട്ടെ ഞാൻ വീട്ടിനകത്ത്. തടി വേണം, ഇവിടെ ഇതിന് നിൽക്കും വേണം. ഈടാക്കി ബെഞ്ചിൻ്റെ സൈഡിൽ കിടന്നു ഇവിടെ ഇതൊന്നും ഇതിൽ സാധനം നിന്നിട്ടാണ് ഇവിടെ വെട്ടം കിട്ടും. അപ്പം പിന്നെ വണ്ടി അതിന് തടിയും വേണമല്ലോ. പിന്നെ വെട്ടി തടിയെടു തടി വേണം. ആ തടി ഇവിടെ ഇരിപ്പുണ്ട്, 2 തടി ഇരിപ്പുണ്ട്. എന്താ 2 തടി എന്തിനാ വേണ്ട? വീട്ടിനകത്ത് എന്തായാലും വേണമായിരുന്നല്ലേ. അതിന് 2 അടി വേണ്ട. അങ്ങനെ ഡെസ്കിൽ ഇരിക്കാൻ പറ്റും കേട്ടാ. പിന്നെ അടുത്ത തടി ഉണ്ടാവാ. അങ്ങനെ പടിയെടുക്കും, മറ്റേ കളികൾ കളിക്കല്ലേ. ഫുഡില്ല കേട്ടോ നീ. നമുക്ക് മറ്റേ മൈൻക്രാഫ്റ്റുള്ള വലിയ ബംഗ്ലാവൊക്കെ ഉണ്ടാക്കണ്ടേ. നമുക്ക് ഏരിയ മൊത്തം വാള വെച്ചാലേ മറ്റേമാരുണ്ടടി. എങ്കിൽ ഏരിയ മൊത്തം റാൻസ് വേറെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് മൈൻക്രാഫ്റ്റ് എല്ലാം ക്രാഫ്റ്റിംഗ് ഇതിനകത്തുള്ള ക്രാഫ്റ്റിംഗ് ഇട്ട് അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് ഇതിനൊക്കെ പിന്നെ ഇഷ്ടമായി. നമ്മുടെ റാൻസ് മില്ലേറ്റ് നമുക്ക് തടി വെട്ടിയിട്ടേ നമുക്ക് വണ്ടിക്കകത്ത് ലോറി ഉണ്ട്, അത് ലോറിക്കകത്ത് തടിയൊക്കെ അടിയടിക്ക് വെച്ചുകൊണ്ട് വരാൻ പറ്റും. നൈസാണത്. എൻ്റെ വീഡിയോ ഉണ്ടിട്ടുണ്ടോ? പിന്നെ നിനക്ക് ഇഷ്ടമില്ല. ഞാൻ ക്രാക്ക് കളിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ യു ലൈക്ക് റാഞ്ച് സിമുലേറ്റർ. പട്ടണം ഉണ്ടാക്കുക പോയാലോ. പോയാടി അതൊന്നും ഉണ്ടാക്കില്ലേ. പ്രത്യേകിച്ച് ഉണ്ടാക്കില്ല. പിന്നെ സ്റ്റിക്ക് എടുക്കണം. സ്റ്റിക്ക് എടുത്താണ് അതിൽ വയ്ക്കാണ്ട് ഇറക്കത്തങ്ങ് വിട്ടാൽ ഉരുണ്ട് വാങ്ങി സുഖമായിരുന്നു. നമ്മളെ വീട് കണ്ടിട്ട് പറഞ്ഞു കണ്ട കണ്ണ് വെച്ചാട്ടാ. കണ്ണ് വയ്ക്കാത്ത സാധനം വെക്കുന്ന വീട്ടിനകത്ത്. സ്റ്റിക്ക് എടുത്ത് വീട്ടിൽ പെണ്ണിങ്ങനെ അവിടെ കൊണ്ടുപോയി തലയാ എന്തോന്നു അവന്മാര് വെപ്പണാ കള്ള അവന്മാര് വെപ്പണായിട്ട് വരും അവന്മാര് കാണിക്കണം. തുള്ളി തയ്പ്പില്ല, ഫുഡില്ല അവിടെ. എവിടെടാ പിന്നെ സാധനം? കിട്ടിയില്ലേ? എവിടെ മറ്റേ എന്താ സാധനം പറയണത്? ടാക്സ് ഡാമേജ് ചബ്ബെന്ന് പറഞ്ഞ സാധനം, തലയോട്ടിയും കയ്യൊക്കെ ഉള്ള ദേവന്മാരെ കിട്ടണം. ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ അഭിനയം എടുക്കാൻ പറ്റില്ല. രണ്ടിലൊന്നും ഉണ്ട്. അതായത് അടച്ചതാ അങ്ങനെ ഡാമേജ് ഉണ്ട്. ഫുൾ അവനെ ഫുൾ ബ്ലോക്ക് ഉണ്ട്. ഫീലില്ല. വീട്ടിൻ്റെ അതിനകത്ത് ഒരു കാര്യങ്ങളാണ്. ഞാൻ വീടിൻ്റെ തടി കിടക്കാണ് വീടിനകത്ത്. നേരെ കൊണ്ടുപോയി അയാളെ ഇതിൽ സ്റ്റിക്ക് കൊണ്ടുപോയി ആരെങ്കിലും സ്റ്റിക്ക് ഉണ്ടായില്ലെങ്കിൽ
എന്തിനാ പിന്നെ ഇക്കൊരിപ്പുണ്ടാവും സിക്ക് ഇല്ല അഭിന് ഫുഡ് കഴിക്കട്ടെ ഫുഡ് ഓ എനിക്ക് ഫുഡ് കാണാനില്ല കേട്ടാ ഫുഡൊന്നും ഇവിടെ ഇല്ലേ ഇൻവെന്ററിൽ ഫുഡ് ഉണ്ടെന്നല്ലേ അതും കാണാനില്ല ഞാൻ കഴിച്ചു അതിനകത്ത് ഫുഡ് അപ്പം ഒന്നയച്ചാൽ അതില്ലേ ഫുള്ളാവില്ലേ ഫുള്ളാവില്ലേ ആ ചിക്ക് വെച്ചാ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കില്ല രാത്രിയാകുമ്പോൾ സത്യം വെട്ടം കാണുന്നു ഇന്നത്തെ തടികളൊക്കെ മാച്ച് സെറ്റാണ് എല്ലാവരും കഴിക്കും ഓ അതെങ്ങനെ നട്ടത് അത് അയാളെ മരുന്നാണ് എന്തോ വേറെ എന്തൊക്കെയോ ഫുഡ് എടുത്തോ അവിടെ ഫുഡില്ല ഫുഡ് എടുത്തത് ആമല്ലേ ഫുഡ് ഫാം ഒന്നും കാണില്ലേ ഇതെല്ലാം കൊണ്ട് വീട്ടിന്റെ അകത്തല്ലേ എടുത്തിടുക ഫ്രിഡ്ജല്ല എന്താന്ന് വീട്ടിനകത്തേക്ക് അതെന്ത് ആ സാധനം എടാ വീടിനകത്ത് വിളിക്കാം എൻ്റെ ഇത് രണ്ട് ആമ കുട്ടികൾ മീറ്റ് ചെയ്യണം അടിക്കാനോ തന്നെ ഇതിട്ട് അടിക്കാൻ പറ്റില്ല വാളിട്ട് അടിക്കാൻ പറ്റുള്ള അതിലടിച്ച അൺഷോട്ടാണല്ലേ അമ്മയാണിപ്പോൾ നമ്മുടെ ജീവിതാശ്രയല്ലേ ഇത് പറ്റുമോ അമ്മയെ കുറെ കൊന്നായിട്ട് അമ്മമാരെ ക്ഷാമം വരുമോ മഴയാണ് കത്തുകയല്ലേ മോളിലായിട്ട് എങ്ങനെ മോളിലായിട്ട് എങ്ങനെ ഇടണത് നമ്മള് പിന്നെ മോളിലായിട്ട് എങ്ങനെ ഫുഡ് കത്തിക്കാൻ നോക്കി പിന്നെ മോളിലും താഴെ ഫുഡ് ഇടാൻ പറ്റുമല്ലോ താഴെ മോളിലിടണത് ആ മോളിലത്തെ കമ്പി ഒക്കെ കിട്ടാതി ഇത് അടുത്ത കേവാണ് മോനേട്ടാ വേറെ കേവ് കിട്ടിയാണ് അത് അന്ന് വന്ന കേവ് തന്നെയുണ്ടോ ഉറപ്പില്ല ഫ്രണ്ടിൽ കുറെ തലയൊട്ടിയൊക്കെ ഇത്ര അവിടെ അന്ന് ഇന്നാളെ വന്നതില്ലായിരുന്നു ആർമറില്ലാതെ പോയ ചാവ് പടി ബീക്കകത്ത് പിന്നെ ക്യാമ്പ് ഫയർ ഫയർ സെഫ്റ്റി ഹെഡ്സർ മറ്റേ മതി പുറത്ത് ഇങ്ങോട്ട് വന്നാണ് ബാക്കപ്പ് കാണും പോയാ മറക്കുണ്ട് ഡേഡി വന്നാണ് ബാക്കപ്പ് വേണം പോയാലും പോയാലും അല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം ഏഫ്കെ ആണെങ്കിൽ നമ്മൾ വീടൊക്കെ ഇപ്പം പോകും കേട്ടോ പേടിക്കണ്ട ഒരെണ്ണം ഓടി വരണുണ്ട് അതിന് അമ്മമാര് കത്തി പിടിക്കും
അടിയോടെ ഞാൻ എല്ലാത്തിനും ഒറ്റയ്ക്കല്ലേ. ഇങ്ങനെ ബാക്ക് പെട്ടെന്ന് വേണം. ഞാൻ എൻ്റെ തിരിച്ച് അടിയാണ്. റാക്ക് പോകും. ഈ സാധനങ്ങൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാതി വെച്ച 12 വരെ ഉണ്ട്. വെച്ച സാധനങ്ങളെല്ലാം പണി കഴിയിട്ട് ഇതിലൊക്കെ ഉണ്ട്. ഈ റാക്ക് ഇതെല്ലാം വേറെ ഫ്രിഡ്ജ് കൊണ്ടുവന്നിരിക്കുന്ന വീട് മറ്റേ ഫ്രിഡ്ജും കൂടെ കൊണ്ടുവന്നു.